ഹലോ, എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒത്തിരി വീഡിയോസ് പ്ലെയിൻ സാരീസിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്ലെയിൻ സാരീസ് ആയിട്ട് സെല് ചെയ്യുന്നത് കോട്ടൺ ചെക്കോട്ട സാരിയും അതുപോലെ സിൽക്കി കോട്ട സൂപ്പർ നെറ്റ് കാറ്റഗറിയിൽ വരുന്ന സിൽക്കി കോട്ട സാരീസുമാണ് നമുക്ക് പ്ലെയിൻ സാരീസ് ആയിട്ട് സ്റ്റോക്കിലുള്ളത്. ഒത്തിരി ആൾക്കാർ നമ്മളെ വേറെ ഒത്തിരി മെറ്റീരിയൽസിന് ഇപ്പോൾ എൻക്വയറി ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഓർഗൻസ, ഓർഗൻറ്റി അങ്ങനത്തെ പല മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. ഓർഗൻറ്റി മെറ്റീരിയൽ നമ്മൾ കളേഴ്സ് അനുസരിച്ച്, അതായത് നമുക്ക് കസ്റ്റമൈസേഷൻ ആണെങ്കിലും ഓർഗൻറ്റിയിൽ വരാറുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കളർ പറയുവാണെങ്കിൽ നമുക്ക് ഒരു 5 to 7 ഡേയ്സിനുള്ളിൽ എടുത്തു തരാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലാത്ത മെറ്റീരിയൽസ് ഒന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലില്ല. നമ്മൾ കഴിവതും അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ 2 ഷെയ്ഡ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒന്ന് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലാണ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഒത്തിരി വീഡിയോസിലെല്ലാം എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പം എല്ലാ ഷെയ്ഡ്സും ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാമറയുടെ വെട്ടത്തിൽ കറക്റ്റായിട്ട് ആവണമെന്നില്ല കാണുന്നത്. ചിലപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് ഡിം ആയിട്ടൊക്കെ ആയിരിക്കും. ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഷെയ്ഡാണ്. ഭയങ്കര ക്രീമിഷ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് അല്ല, കറക്റ്റ് ആ ഒരു മിൽക്കി വൈറ്റിന്റെ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡായിട്ട് മാത്രമേ കോട്ടൺ ചെക്കോട്ടയിലെ ഓഫ് വൈറ്റ് വരാറുള്ളൂ. അതുപോലെ ഞാൻ ഓൾറെഡി ഒത്തിരി വീഡിയോയിൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ട്രാൻസ്പെറൻസി വരുന്നത്. ഇത് കണ്ടോ, നമ്മൾ സിംഗിൾ ഫ്ലീറ്റിൽ വരുമ്പോഴത്തേനും ഈ ഒരു ട്രാൻസ്പെറൻസി വരുന്നത്. അതുപോലെ ഇതിന്റെ ചെക്ക് പാറ്റേൺ ഒക്കെ ആണെങ്കിലും ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. ഫുൾ ഒരു വലിയ ചെക്കും ചെറിയ ചെക്സ് കൂടെ വരുന്ന ഒരു പാറ്റേണിലായി ചെക്സ് വരുന്നത്. ഇത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സ്റ്റാർച്ച് ചെയ്താണ് ഇതിന് സ്റ്റിഫ്നെസ് ഉള്ളത്. നമ്മൾ ചില ഷെയ്ഡ്സിനാണെങ്കിൽ ഇത്രയും സ്റ്റിഫ്നെസ് വരത്തില്ല, ചില ഷെയ്ഡ്സിനാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിഫ്നെസ് തോന്നും. അത് ആ ഡൈ ചെയ്ത് സ്റ്റാർച്ച് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു സ്റ്റാർച്ചിന്റെ ഡിഫറൻസ് കൊണ്ടാണ്. നമ്മൾ 2-3 പ്രാവശ്യം കൊടുത്തൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർച്ച് ചെയ്യുന്ന അത്രയും സ്റ്റാർച്ച് ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഫ്ലോയി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണിത്. ഇപ്പം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ആൾക്കാർ കുർത്താസും അതുപോലെ ആ ഒരു ചുരിദാർ ടോപ്പൊക്കെ ആയിട്ടും ഈ മെറ്റീരിയൽ മൂവിങ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 5.5 മീറ്റർ സാരി 575 ആണ് റേറ്റ് വരുന്നത്. അതിന്റെ കൂടെ 1 മീറ്റർ ബ്ലൗസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 675 ആണ് പ്രൈസ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്മൾ കോട്ടൺ ചെക്കോട്ടയിൽ പിസ്ത ഗ്രീൻ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ആക്ച്വലി ഇതൊരു ലൈം ഷെയ്ഡിനോട് സാമ്യമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. യഥാർത്ഥ പിസ്ത ഗ്രീൻ ഷെയ്ഡല്ല. നമ്മൾ കളർ ചാർട്ട് വെച്ച് നോക്കിയാൽ യഥാർത്ഥ പിസ്ത ഗ്രീൻ അല്ല ഈ ഷെയ്ഡ് വരുന്നത്. പക്ഷേ നമ്മൾ കോട്ടൺ ചെക്കോട്ടയിൽ ഈ ഷെയ്ഡിനെ പിസ്ത ഗ്രീൻ എന്നാണ് പറയുന്നത്. ലൈറ്റ് ഒരു ലൈം യെല്ലോയിഷ് ലൈം വരുന്ന നാരങ്ങാടെയൊക്കെ വരുന്ന ആ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അപ്പം അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ എക്സാക്ട് ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മൂവാ ഷെയ്ഡ് വരുന്ന സാരിയാണ്. മൂവാ ഷെയ്ഡ് സാരിയുടെ നമ്മൾ കളർ ചാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ സാരി മൂവാ ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷെ ചോക്ലേറ്റ് മഡ് ഷെയ്ഡ് എന്നൊക്കെയാണ് കോട്ടൺ ചെക്കോട്ടയിൽ എല്ലാവരും ഇതിനെ പറയുന്നത്. നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കളർ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് പറയുക ചെയ്യുന്നത്. ഇപ്പം ചോക്ലേറ്റ് ഷെയ്ഡ് സാരി ഉണ്ടോ എന്ന് കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഷെയ്ഡിനെ അങ്ങനെ തന്നെ അങ്ങ് വിളിക്കുന്നതാണ്. എക്സാക്ട് കളർ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു മൂവാ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂവിന് ഒരു ഇച്ചിരി ഡാർക്കർ വേർഷൻ ആണ്. നമുക്ക് നേരത്തെ ഇതിന്റെ ലൈറ്റർ വേർഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ഡാർക്കർ വേർഷൻ വരുന്ന സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇത്. നമുക്ക് കുറേ ഷെയ്ഡ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടായിരിക്കുന്നത്. ഈ ബ്ലൂവിന്റെ തന്നെ 3-4 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലൈറ്റർ ആയിട്ടുള്ളൊരു സ്കൈ ബ്ലൂ ഉണ്ടായിരുന്നു, അതുപോലെ അക്വ ഗ്രീൻ, ബ്ലൂയിഷ് ഗ്രീൻ വരുന്ന ആ ഷെയ്ഡ്, അങ്ങനെ കുറേ ഒരു ഡാർക്ക് പൗഡർ ബ്ലൂ, അങ്ങനെ കുറേ ഷെയ്ഡ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുക. നമുക്കിപ്പോൾ ഒരു മാക്സിമം 11 to 12 ഷെയ്ഡ്സ് ചെക്കോട്ട അവൈലബിൾ ഉള്ളൂ. ഇത് നമ്മുടെ ചിക്കു ഷെയ്ഡാണ്. ഒത്തിരി ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. ലാവൻഡർ, ബ്ലാക്ക്, ലെമൺ യെല്ലോ, മെറൂൺ, അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ. അതുപോലെ ഡാർക്ക് ഗ്രീനിന്റെ 2-3 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കിപ്പം സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കും. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വരും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഒത്തിരി ആൾക്കാർ എപ്പം വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഈ പറഞ്ഞത് നമുക്ക് ഓർഡർ കൊടുത്തതേ ഉള്ളൂ. അവർ അതിന്റെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് അയച്ചു തരുവാണ് ചെയ്യുന്നത്. അപ്പം അത് എപ്പോഴത്തേക്കിനാണെന്ന് അറിയത്തില്ല. നമ്മൾ എന്താണെങ്കിലും ആ ഷെയ്ഡ്സിനെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു 12 ഷെയ്ഡ്സോളവേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡ് ഒത്തിരി ലൈറ്റ് പെയിൽ ബേബി പിങ്ക് അല്ല വരുന്നത്. ഇച്ചിരി ഒരു കളറുള്ള ഒരു ബേബി പിങ്ക് ആണ് വരുന്നത്. എന്നാൽ ഈ ബേബി പിങ്ക് തന്നെ നമുക്ക് എപ്പോഴും കോട്ടൺ ചെക്കോട്ടയിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന ബേബി പിങ്ക് ഒന്നും അല്ല. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക. തീരെ പെയിലായിട്ട് വരുന്നൊരു
ബേബി പിങ്ക് ഷെയ്ഡ് അല്ല, കുറച്ചൊരു ബ്രൈറ്റ്നസ് ഉള്ള ഒരു ബേബി പിങ്ക് തന്നെയാണ് കോട്ടൺ ചെക്കോട്ടയിൽ വരുമ്പോൾ വരുന്നത്. പിന്നെ നമ്മുടെ വൈറ്റ് ഷെയ്ഡും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലൂയിഷ് വൈറ്റ് അല്ല, ഇത് പ്യൂർ വൈറ്റ് ആണ്. നല്ലൊരു കറക്റ്റ് ആ ഒരു വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്ലൂവിന്റെ എലമെന്റ് വരുന്ന പോലത്തെ ഒരു വൈറ്റ് അല്ല വന്നിരിക്കുന്നത്, നല്ല പ്യൂർ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. പെട്ടെന്ന് നമുക്ക് ഓഫ് വൈറ്റും വൈറ്റും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ ഇത് ഓഫ് വൈറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് വൈറ്റ്, കാരണം വെച്ചാൽ ഒട്ടും ഒരു ബ്ലൂവിന്റെ ഒരു ടിന്റ് വരാത്ത ആ ഒരു ടൈപ്പ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു പീച്ച് ഷെയ്ഡ്. ഈ പീച്ച് ഷെയ്ഡ് ശരിക്കും ഒരു ഓറഞ്ചിഷ് പീച്ച് ആണോ എന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതൊരു ക്യാരറ്റ് പീച്ച് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഡാർക്ക് പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൺ ചെക്കോട്ടയിൽ പറയുന്നത്. ഇത് ഡാർക്കർ വേർഷൻ ഓഫ് പീച്ച് ആണ്, പക്ഷെ എന്നാൽ ഓറഞ്ചിന്റെ ഷെയ്ഡ് ഒന്നും അല്ല, ഓറഞ്ചിന്റെ അത്രയും ആ ഒരു ഓറഞ്ച് കളർ അല്ല, ഒരു ക്യാരറ്റ് പീച്ച് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഈ ഡാർക്ക് പീച്ചിന് നമുക്ക് ഇച്ചിരി ഒരു ഡാർക്കർ വേർഷൻ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതില്ല, നമ്മുടെ ഇപ്പം ഇല്ല. ലൈറ്റ് പീച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ശരിക്കും ലൈറ്റ് പീച്ച് എന്ന് വേണേലും പറയാം, അതിനേക്കാളും കുറച്ചുകൂടി ഇതൊരു സാൻഡൽ ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. പക്ഷെ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇതിന്റെ ലൈറ്റ് പീച്ചിന്റെ ഷെയ്ഡാണ് വരുന്നത്, പക്ഷെ ഇത് ശരിക്കും സാൻഡൽ കളർ എന്ന് പറയാവുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഇതിനകത്ത് ഈ കളറിന്റെ കൺഫ്യൂഷൻസ് എപ്പോഴും കോട്ടൺ ചെക്കോട്ടയിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ പറയുന്നതല്ല ശരിക്കും ഈ പറഞ്ഞ ഷെയ്ഡ്സ് വരുന്നത്. ഇതിന്റെയൊക്കെ പേരിങ്ങനെ നമ്മൾ പോപ്പുലർ ആക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിന്റെ എക്സാക്ട് ഷെയ്ഡ് കളർ ചാർട്ടിൽ വരുമ്പോഴത്തേനും നോക്കുമ്പോൾ ഇത് ശരിക്കും പീച്ച് അല്ല. പീച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വേറെ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ശരിക്കും സാൻഡൽ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. എന്നാൽ ചിക്കുവിന്റെ ആ ഒരു ഇതിലോട്ട് പോയിട്ടുമില്ല, ആ ഒരു സാൻഡൽ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. ഇത് നമ്മുടെ ആ ഒരു ബേബി പിങ്കിനേക്കാളും കുറച്ചുകൂടി ഡാർക്കർ വേർഷൻ ഓഫ് പിങ്ക് ആണ്. ഇതും നല്ലൊരു ഷെയ്ഡ്, ഒത്തിരി ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതല്ല, എന്നാലും ഒത്തിരി ലൈറ്റർ വേർഷൻ ഓഫ് പിങ്കും അല്ലാത്തൊരു ടൊമാറ്റോ പിങ്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ആഷ് ഗ്രേ ഷെയ്ഡാണ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്കിപ്പം കോട്ടൺ ചെക്കോട്ടയിലുള്ളത്. ഇപ്പം ഞാൻ ഓൾറെഡി സാരിയുടെ ഡാർക്ക് ഷെയ്ഡിലും ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സിംഗിൾ ലെയറിലൊന്ന് കാണിക്കാം. നമ്മൾ ഓഫ് വൈറ്റ് കാണിച്ചതുപോലെ തന്നെ ഡാർക്കർ ഷെയ്ഡിലൊന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഡാർക്കർ ഷെയ്ഡിലോട്ട് വരുമ്പോഴാണെങ്കിലും ട്രാൻസ്പെറൻസി വരുന്നത്. സിംഗിൾ ലെയറിൽ ഈ ഒരു ട്രാൻസ്പെറൻസി ഉള്ളത് നോർമലി എല്ലാ മെറ്റീരിയലും വരുന്ന ട്രാൻസ്പെറൻസിയാണ്. സിംഗിൾ ലെയറിൽ ഈ ഒരു ട്രാൻസ്പെറൻസി വരും. ഇത് ഞാൻ ജസ്റ്റ് 2 ഫ്ലീറ്റ് എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, 2 ഫ്ലീറ്റ് വെക്കുമ്പോഴത്തേനും ഈ ഒരു ട്രാൻസ്പെറൻറ്റേ അല്ല മെറ്റീരിയൽ, എൻ്റെ കൈ അത്രയും കാണത്ത് പോലും ഇല്ല, അത്രയും വരുന്ന പോലത്തെ മെറ്റീരിയലാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ആ ഒരു സ്റ്റാർച്ച് എന്ന് പറയുന്നതും ഇപ്പൊ ഇത് പുതിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡൈ ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത സമയത്തുണ്ടായ സ്റ്റാർച്ച്, ഇത് പല മെറ്റീരിയലും ഡിഫറെന്റ് ആയിരിക്കും. ചില മെറ്റീരിയൽ ഓരോ മാനുഫാക്ചറിങ് സമയത്ത് ചെയ്യുന്ന ആ ഒരു സ്റ്റാർച്ചാണ് വരുന്നത്. പിന്നീട് സ്റ്റാർച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് എത്ര സ്റ്റാർച്ച് വേണമെന്നനുസരിച്ച് നമുക്ക് സ്റ്റാർച്ച് ചെയ്യാം. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഏത് ടൈപ്പ് സ്റ്റാർച്ച് ഇതിന് നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പേഴ്സണൽ യൂസിനൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലും ഖാദിയുടെ പൗഡർ സ്റ്റാർച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലിന് അത് അത്യാവശ്യം നല്ല കട്ടിയിൽ സ്റ്റാർച്ച് വരുന്ന സ്റ്റാർച്ചാണ്. ആ സ്റ്റാർച്ച് യൂസ് ചെയ്താൽ നമുക്ക് ഇതേ സ്റ്റിഫ്നെസ്സിൽ തന്നെ സാരീസ് യൂസ് ചെയ്യാം. അല്ല നോർമൽ ഈ പറഞ്ഞ ഷൈൻ പോലത്തെ ഇതിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ വലിയ സ്റ്റിഫ്നെസ് ഇല്ല, എന്നാൽ ഒരു ചെറിയൊരു ഇതൊക്കെ ആയിട്ട് വരുന്നത് പോലെയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന കോട്ടൺ ചെക്കോട്ട ഷെയ്ഡ്സ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് ആണ്. സിൽക്കി കോട്ടയിൽ നമുക്ക് ഒരുപാട് പുതിയ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ടൈം നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് ലെമണല്ലോ. നമുക്ക് ലാസ്റ്റ് ടൈം ഒരു സ്റ്റോക്ക് വന്നു, പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്ന ഒരു ഷെയ്ഡായിരുന്നു. പക്ഷെ നമുക്കത് അയച്ച സമയത്ത് പാക്കിങ്ങിന്റെ സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴും അതിനകത്ത് വന്നിരുന്ന ഒരു റോളിന്റെ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ലാസ്റ്റ് കുറച്ച് പേർക്ക് അയക്കാനായിട്ട് പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നപ്പോൾ പുതിയ സ്റ്റോക്കിലൊന്നും അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം, നമ്മൾ മാക്സിമം ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മുടെ കണ്ണിൽ പെടാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാരീസോ മെറ്റീരിയൽസോ കിട്ടുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം. വിത്തിൻ 10 days നമുക്ക് ഇവിടെ റീച്ച് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ആ ഒരു ഇത് തരുന്ന സമയത്ത് നമ്മുടെ ടാഗും അതുപോലെയൊക്കെ ഉണ്ടാവും. അതൊന്നും റിമൂവ് ചെയ്യാതെ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ടാഗ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കത് തിരിച്ച് റിട്ടേൺ അയച്ചാൽ മതി. നമുക്ക് ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെയിം കളർ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം കളർ വാങ്ങിക്കാം. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ മാറ്റി വാങ്ങിക്കാനോ താല്പര്യമെങ്കിൽ അങ്ങനെയും മേടിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്കില്ല. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സിൽക്കി കോട്ടയിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞായിരുന്നു. നമുക്കിത് 4 സാരി വരുന്ന ഒരു റോളായിട്ടാണ് സിൽക്കി കോട്ട വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബ്ലൗസ് തരാനായിട്ട് ഓപ്ഷനില്ല. അതുപോലെ 6 മീറ്റർ ആയിട്ടൊന്നും നമുക്ക് ഇതിനകത്ത് സാരീസ് ചെയ്യാൻ പറ്റത്തില്ല. 22 മീറ്റർ വരുന്ന പോലത്തെ ഒരു റോളാണ് വരുന്നത്. അപ്പം അത് നമുക്ക് 5.5 മീറ്ററോളം 4 സാരീസ് ആയിട്ട് മാത്രമേ
ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ റോൾ അല്ലാത്തത് കൊണ്ട് തന്നെ സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് എല്ലാം ലിമിറ്റഡ് ഷെയ്ഡ്സ് ആയിരിക്കും, ലിമിറ്റഡ് നമ്പേഴ്സേ ഉണ്ടാവത്തുള്ളൂ. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകും. പിന്നെ തിരിച്ച് റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്തും എക്സാക്ട്ലി സെയിം ഷെയ്ഡ്സ് വരുന്നത് റെയർ ആണ്. ഇപ്പം ലെമണിലോ നമുക്ക് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാ ഷെയ്ഡ്സിലും ഒന്നും നമുക്ക് അതുപോലെ ഈവൻ നമുക്ക് ഒരു യെല്ലോ ആണെങ്കിൽ പോലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഡാർക്കർ ആയിരിക്കും, ചിലപ്പോൾ ഇച്ചിരി ലൈറ്റർ ആയിരിക്കും. അങ്ങനെ നമുക്ക് ലാവൻഡർ ഒക്കെ നേരത്തെ അറിയാം. ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഈ ലൈറ്റും ഡാർക്കും എല്ലാം വരികയും ചെയ്യും. അതൊക്കെ ഈ പറഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. സിൽക്കി കോട്ടയിൽ അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ മുറിച്ചിപ്പം മെറ്റീരിയൽ ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ മുറിച്ച് വെച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പം സെയിം കളർ ആയിരിക്കണം എന്നില്ല മെറ്റീരിയൽ. എപ്പോഴും സിൽക്കി കോട്ടയുടെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം, നമ്മൾ ആദ്യം അയച്ച കളർ ഷെയ്ഡ്സിന്റെ ചാർട്ട് ഒന്നും അല്ല ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കറന്റ് അവൈലബിൾ ഉള്ളത് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സിൽക്കി കോട്ടയിൽ. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇപ്രാവശ്യം പുതിയതായിട്ട് ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഗ്രീൻ ഷെയ്ഡ്. ഇതൊരു ഒത്തിരി ഡാർക്കർ ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഗ്രീൻ തന്നെയാണ്. നമുക്കൊരു പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ഗ്രീൻ ആണ്. വീഡിയോയിൽ അത് എത്രമാത്രം ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ നമുക്കൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് വെട്ടം വരുമ്പോൾ വരുന്നൊരു ഫീൽ നമുക്ക് വരുന്ന പോലത്തെ ഒരു ഗ്രീനാണ്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഒക്കെ സ്യൂട്ട് ആവുന്ന ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഫോട്ടോസിലൊക്കെ ആണെങ്കിൽ പോലും കുറച്ചൊരു ബ്രൈറ്റർ ആയിട്ട് ഈ ഷെയ്ഡ് നമുക്ക് കാണുന്നത്. ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ്. അതുപോലെ നമുക്ക് ഗ്രേയിൽ ഇപ്രാവശ്യം 2-3 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഇത് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റർ ആണ്. നമ്മുടെ കയ്യിൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ മെറ്റീരിയൽ കുറച്ചുകൂടെ ഒരു സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സിന്തറ്റിക് ഒരു സിൽക്കി ഒരു മെറ്റീരിയൽ കൂടുതലുള്ള പോലെയായിരുന്നു. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, കുറച്ചും കൂടി ഒരു കോട്ടൺ എലമെന്റ് കൂടുതലുള്ള പോലത്തെ, കോട്ടന്റെ ഒരു മിക്സ് ബ്ലെൻഡ് കൂടുതലുള്ള പോലത്തെ മെറ്റീരിയൽ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ എല്ലാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിഫ്നെസ് ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. സ്റ്റാർ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തീരെ ഫ്ലോയി ആയിട്ട് കിടക്കും. സ്റ്റാർ ചെയ്താൽ കുറച്ചുകൂടെ സ്റ്റിഫായിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ള സ്റ്റാർച്ച് കുറച്ച് പിടിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ആ ഒരു ഗ്രേ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ് ഗ്രേയുടെ തന്നെ വേറൊരു വേരിയേഷൻ ഷെയ്ഡ്. ഇതിന് നമുക്ക് ഗ്രേ എന്ന് ആക്ച്വലി പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, എന്നാലും ഒരു കോപ്പർ ഗ്രേ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഒരു 2 ഷെയ്ഡുകൾ ഡിഫറെന്റ് ഇങ്ങനെ മാറ്റി പിടിക്കുമ്പോഴേ നമുക്കത് ഗ്രേ അല്ല എന്ന് മനസ്സിലാവത്തുള്ളൂ. അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷെയ്ഡ്. ആക്ച്വലി നമുക്ക് അതിന്റെ കളർ എന്താണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഷെയ്ഡാണ്. ഇതിന്റെ എക്സാക്ട് കളർ ഷെയ്ഡ് ഏതാണെന്ന് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ഷെയ്ഡ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫോട്ടോസോ പക്ഷേ ഫോട്ടോയിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ ഇതിനൊരു ഗ്രേ ഷെയ്ഡായിട്ടേ തോന്നത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു റയർ ഷെയ്ഡാണ്. ലാസ്റ്റ് ടൈം നമുക്ക് സ്റ്റോക്കിലുണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെ ഈ ഒരു വൈൻ ഷെയ്ഡ്, ഒരു വൈൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ ഈ സിൽക്കി കോട്ട മെറ്റീരിയലിന്റെ എല്ലാം പ്രൈസ് വരുന്നത് 585 ആണ്. 5.5 മീറ്റർ സാരിക്ക് 585 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി കോട്ടൺ ചെക്കോട്ടയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു ബ്രൈറ്റർ ആയിട്ടുള്ള ബേബി പിങ്ക് ഷെയ്ഡാണ്. തീരെ പെയിൽ ആയിട്ടുള്ള, തീരെ ലൈറ്റ് ആയിട്ടുള്ള ബേബി പിങ്ക് ഷെയ്ഡ് അല്ല, കുറച്ചൊരു ബ്രൈറ്റർ ആയിട്ടുള്ള ബേബി പിങ്ക് ആണ്. അതുപോലെ ഇതിന്റെ ട്രാൻസ്പെറൻസി ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇത് സിംഗിൾ ലെയറിൽ ഇത്രയും ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ ഡബിൾ ലെയറിലോട്ടൊക്കെ വരുമ്പോൾ അതിന്റെ ട്രാൻസ്പെറൻസി കുറച്ചുകൂടെ കുറവാണ്. പക്ഷെ കോട്ടൺ ചെക്കോട്ടയെക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട് ട്രാൻസ്പെറൻസിയിൽ. ഇച്ചിരി കൂടെ വലിയ ഹ്യൂജ് അല്ല, നിങ്ങൾക്ക് കൈ കണ്ടാൽ മനസ്സിലാകും. 2 ലെയർ വരുമ്പോൾ വളരെ ചെറുതായിട്ട് എൻ്റെ കൈ കാണാനായിട്ട് പറ്റും. അന്ന് പറഞ്ഞതുപോലെ ചെറിയൊരു വ്യത്യാസം കോട്ടൺ ചെക്കോട്ടയെക്കാളും ട്രാൻസ്പെറൻസിയിലുണ്ട്. എന്നാലും വലിയ ഹ്യൂജ് ട്രാൻസ്പെറൻറ്റ്, ഇപ്പം നമ്മൾ ഓർഗൻസ ഒന്നും ഉപയോഗിക്കുന്ന അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല. ഓർഗൻഡി ഒക്കെ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് പിന്നെ കോട്ട വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഹോൾസ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു ട്രാൻസ്പെറൻസി വരുന്നതാണ്. പക്ഷെ നമ്മൾ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ കുറച്ച് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ സിൽക്കി കോട്ട അത്രയും നല്ലതായിരിക്കത്തില്ല. കാരണം ഫ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്യാപ്സ് വരുമല്ലോ, അപ്പം നമുക്ക് വയറൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ അണ്ടർസ്കേർട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സെയിം കളർ അണ്ടർസ്കേർട്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ സിൽക്കി കോട്ട ഉടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അത് വ്യത്യാസപ്പെട്ട് തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഉടുക്കാവുന്ന പോലത്തെ മെറ്റീരിയലാണ്, ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ള മെറ്റീരിയലാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ, പിസ്ത ഗ്രീൻ അല്ല, പക്ഷെ അതിന്റെ പിസ്ത ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആണ് ഇപ്പം. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന 2 ഷെയ്ഡ്സ് ആണ്. അതെ, നമ്മുടെ
മൂവാ ഷെയ്ഡ് വരുന്ന ഷെയ്ഡാണ്. മൂവാ ഷെയ്ഡ് നമുക്ക് ഫോട്ടോ വീഡിയോയിൽ എത്രമാത്രം അത് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്കിന്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിനോട് മാച്ചായി വരുന്ന ഒരു ഷെയ്ഡാണ്. അതിന്റെ തന്നെ ഒരു ലൈറ്റർ വേർഷനും നമുക്ക് വന്നിട്ടുണ്ട്. വേണ്ട, നമുക്ക് ഡിഫറൻസ് തന്നെ നമുക്ക് കണ്ടോ, കറക്റ്റ് ആ ഷെയ്ഡിന് ലൈറ്ററും ഡാർക്കറും. മൂവാ ഷെയ്ഡിന് ഡാർക്കും ലൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. യഥാർത്ഥം നമ്മുടെ ഓണിയൻ പിങ്ക് തന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ട ഓണിയൻ പിങ്ക് പോലെ ഇരിക്കും. ഓണിയൻ പിങ്കിന്റെ ഡാർക്കും ലൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. എക്സാക്ട് അതിന്റെ ഒരു ഷെയ്ഡ് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ അത്രയും ക്ലാരിറ്റിയിൽ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോട്ടോസ് കാണിക്കാനായിട്ട് നമ്മൾ ഫോട്ടോ ചെയ്യുന്ന സമയത്ത് പറയുവാണെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആട്ടോ. ഈ സാരീസ് എല്ലാം വന്നിരിക്കുന്നത് ലിമിറ്റഡ് പീസസ് ആണ്. ഇതൊക്കെ ഈ പറഞ്ഞ സ്റ്റോക്ക് വന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഈ സാരീസിനൊക്കെ ഓർഡർ വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് ലിമിറ്റഡ് പീസസ് ആണ് ഇതെല്ലാം കാണിക്കുന്ന. എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞില്ല, സിൽക്കി കോട്ടൺ നമുക്ക് ലിമിറ്റഡ് പീസസിലാണ് എപ്പോഴും വരുന്നത്. ഇത് നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു ഒത്തിരി നമ്മൾ ചിക്കോട്ടയിൽ കാണിച്ച പോലെ അത്രയും ഡാർക്കർ സ്കൈ ബ്ലൂ അല്ല, യഥാർത്ഥ ഒരു വലിയ ഡാർക്കും അല്ല, ഒത്തിരി തീരെ പേസ്റ്റൽ പെയിൽ ഷെയ്ഡും അല്ലാത്തൊരു ഷെയ്ഡിൽ വരുന്ന കറക്റ്റ് ആ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡും ലാസ്റ്റ് ടൈം വീഡിയോസ് ഡിസ്പ്ലേ ചെയ്ത സമയത്ത് ഓർഡർ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലെമൺ ഓയിൽ പറ്റിയതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്കും ഇരുന്ന കുറച്ച് സ്റ്റോക്കിൽ ഡാമേജ് ഉള്ളത് കാരണം നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ട വന്നിട്ട് കുറേ കസ്റ്റമേഴ്സിന് നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നതിന് ശേഷമാണ് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ നമുക്ക് വേണ്ടി അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അല്ലാതെ ഈ പറഞ്ഞ പോലെ കളർ മാറ്റി ഓർഡർ ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് ബ്ലാക്കിലൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് ബ്ലാക്ക് എപ്പോഴും ബ്ലാക്ക് തന്നെയായിട്ടല്ലേ വരത്തുള്ളൂ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്ലാക്ക് ഇല്ല, ബ്ലാക്ക് പ്രീ ബുക്ക് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് എക്സാക്ട്ലി ഈ പറഞ്ഞ പോലെ കോട്ടൺ ചെക്കോയുടെ കാര്യം പറഞ്ഞ പോലെ നാളെ വരും, നാളെ കഴിഞ്ഞ് വരും എന്നുള്ളത് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും വരും. എന്താണെങ്കിലും ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ എന്താണെങ്കിലും വരാനാ മോസ്റ്റ് പ്രോബബ്ലി ചാൻസസ്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓർഡർ തന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഡിസ്പാച്ചിൽ ഇതുപോലെ കുറെ ബ്ലാക്ക് ഷെയ്ഡ്സ് നമ്മൾ നേരത്തെ തന്നെ വന്ന ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ഷെയ്ഡ്സ് നമ്മുടെ ഇനി ലിമിറ്റഡ് പീസസേ അവൈലബിൾ ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ ബേജ് കളർ, ആ ഒരു നല്ല ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ഒരു ഷെയ്ഡാണ് ബേജ് ഷെയ്ഡ്. നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഡിമാൻഡുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇതാ നമ്മൾ ഇന്ന് സിൽക്കി കോട്ടയിൽ കാണിക്കുന്ന ലാസ്റ്റ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സാണ് നമുക്കിപ്പം സിൽക്കി കോട്ടയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12 to 13 ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയായിട്ടും സിൽക്കി കോട്ടയായിട്ടും അവൈലബിൾ ആവുന്നത്. ഇതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ വാട്സാപ്പിൽ സേവ് ചെയ്യാറുണ്ട് കോൺടാക്ട്സ്. അവർക്കൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ പുതിയ സ്റ്റോക്സ് ഒക്കെ വരുന്ന സമയത്ത് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏത് കളേഴ്സ് ഒക്കെ നമ്മുടെ അവൈലബിൾ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സിന്റെ പിക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതനുസരിച്ച് വാങ്ങിക്കാം. നമുക്ക് എപ്പോഴും വരുന്ന ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്ത് വേണമെങ്കിലും ആ ഷെയ്ഡ്സ് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.